സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മളെ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് 2021 തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ നിന്ന് UDF വേണ്ടി സ്ഥാനാർത്ഥിയാവുകയും എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഹൃദയാഘാതം വന്ന് മരണപ്പെടുകയും ചെയ്ത മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട VV പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയൊക്കെ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. നല്ല കാര്യമാണ് ഇത്. അങ്ങനെ തന്നെയാണ്, പോകേണ്ടതാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എല്ലായിടത്തും പോവുകയും വോട്ട് ചോദിക്കുകയും ചെയ്യണം. ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലും പോയി വോട്ട് ചോദിക്കാം. PV അൻവറിൻ്റെ വീട്ടിലും PV അൻവറിന് അവിടെ വോട്ടില്ല. ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലും മോഹൻ ജോർജിൻ്റെ വീട്ടിലൊക്കെ പോയി വോട്ട് ചോദിക്കാം. തിരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് സ്വരാജിൻ്റെ വീട്ടിലും മോഹൻ ജോർജിൻ്റെ വീട്ടിലും പോകാം. മോഹൻ ജോർജിനും വല്ല രണ്ടുപേരും വീട്ടിൽ പോകാം. അതൊക്കെ വോട്ട് ചോദിക്കാം. എതിർ സ്ഥാനാർത്ഥിയോട് പോലും വോട്ട് ചോദിക്കാം. വീട്ടിൽ പോകുക എന്നുള്ളതല്ല, എതിർ സ്ഥാനാർത്ഥിയെ പോലും കണ്ടാൽ എനിക്കൊരു വോട്ട് ചെയ്യണം, ഞാനാണെങ്കിൽ ചോദിക്കും, എനിക്കൊരു വോട്ട് ചെയ്യണം എന്ന് പറയും. കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിലും ചോദിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അവർ തമ്മിലുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സ്വരാജിനുള്ളതിനേക്കാൾ കൂടുതൽ പ്രകാശ് ചേട്ടനുമായും പ്രകാശ് ചേട്ടൻ്റെ അനിയൻ പഴയ KOC നേതാവായിരുന്നു VV പ്രശാന്ത് നിലമ്പൂർ എന്ന് എല്ലാവരും ഇപ്പോൾ വിളിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള പ്രശാന്തിനെ ഞങ്ങളൊക്കെ മണി എന്നാണ് വിളിക്കുക. വളരെ വളരെ സഹോദര തുല്യമായിട്ടുള്ള അടുത്ത ബന്ധമുള്ള ആളുകളാണ് പ്രശാന്തൊക്കെ. അപ്പം സ്വരാജിനുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഞാനും എനിക്ക് പ്രശാന്തുമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത്. സഖാവ് TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ സഖാവ് TP ചന്ദ്രശേഖരൻ DYFയുടെ നേതാവായിട്ടും പാർട്ടിയുടെ നേതാവായിട്ടും ഒക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം DYFയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ സ്വരാജൊക്കെ ചെറിയ കുട്ടികളായിട്ട് SFIയുടെ പ്രവർത്തനത്തിന് വന്നതാണ്. സ്വരാജിന് കുറച്ചുകൂടി അദ്ദേഹവുമായിട്ട് എടുപ്പുണ്ടായിരുന്നു. കാരണം സ്വരാജ് സർവകലാശാല യൂണിയന്റെ ചെയർമാനാകുമ്പം ആ കാലിക്കറ്റ് സർവകലാശാലയുടെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ TP ചന്ദ്രശേഖരൻ്റെ കൂടി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ. മലപ്പുറം ജില്ലയിലാണ് സർവകലാശാല ഉള്ളതെങ്കിലും കണ്ണൂർ സർവകലാശാല വരുന്നത് വരെ കാസർഗോഡ്, പാലക്കാട് തൊട്ട് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇതെല്ലാം കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലായിരുന്നു. അപ്പോൾ സ്വരാജ് സർവകലാശാല യൂണിയൻ ചെയർമാനായപ്പോഴൊക്കെ ഇദ്ദേഹവുമായിട്ടൊക്കെ അടുത്തിടപെടുകയും സംസാരിക്കുകയും ബന്ധം സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. TP ചന്ദ്രശേഖരൻ 2012 മെയ് മാസം 4-ാം തീയതി അതിക്രൂരമായ കൊലപാതകത്തിന് ഇരയായി കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാൻ ഇവരാരും പോയിട്ടില്ല. അതേസമയം BJPയുടെ RSSകാരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ P ജയരാജൻ വീട് സന്ദർശിക്കാൻ പോയി. കാരണം അതിന് കാരണം എന്ന് വെച്ചാൽ അവർക്ക് പങ്കാളിത്തമുണ്ട്, അവർ ആളുകളാണ് കൊന്നത്, പിന്നെ അവർക്ക് പോകാൻ പറ്റില്ല, നാട്ടുകാർ കയറി മേയുന്നുള്ളത് അറിയാം. പക്ഷേ അവിടെ പോയ സഖാക്കളുണ്ട്, ഇതിൽ മനസ്സറിവില്ലാത്ത ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ട്. സഖാവ് സൈമൺ പെട്ടോ, ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞ സൈമൺ പെട്ടോ അന്ന് എനിക്ക് തോന്നുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് നിയമസഭാംഗം കൂടിയാണ് ആ സമയത്ത്. സൈമൺ പെട്ടോ TPയുടെ വീട്ടിൽ പോയി. അറിയാലോ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ എത്ര വലിയ പ്രയാസമാണെന്നുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ എതിർ രാഷ്ട്രീയക്കാരുടെ കത്തിക്കുത്ത് നട്ടലിന് ഏറ്റ് അങ്ങനെ ജീവിതകാലം മുഴുവൻ വീൽചെയറിൽ കഴിയേണ്ടി വന്ന ഒരു മനുഷ്യൻ. ആ സഖാവ് സൈമൺ പെട്ടോ പഴയ കാലം അവർ ഒരുമിച്ച് SFI പ്രവർത്തിച്ച ഓർമ്മയുടെ പുറത്ത് വൈകാരികമായി TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയി. ആരും ഒന്നും ചെയ്തില്ലല്ലോ. സൈമൺ പെട്ടയെ സ്നേഹത്തോടു കൂടിയിട്ട് അവർ സ്വീകരിച്ചല്ലോ. NN കൃഷ്ണദാസ് പാലക്കാട് നിന്ന് പലതവണ ലോക്സഭാ അംഗമായിരുന്ന CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ DYFയുടെ അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡന്റും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം അഖിലേന്ത്യാ പ്രസിഡന്റും ഒക്കെ ആയി തീർന്ന NN കൃഷ്ണദാസ് പാലക്കാട്ടത്തെ NN കൃഷ്ണദാസ് പോയി TPയുടെ വീട്ടിൽ. NN കൃഷ്ണദാസ് പോയപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം NN കൃഷ്ണദാസിന് പോകുന്നവർ നിരപരാധികളായവർ മാത്രമേ പോകുള്ളൂ. ഇതിൽ പങ്കുള്ള മനസ്സറിവുള്ള ആളുകൾക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് നല്ല അനുഭവം എല്ലാം ഉണ്ടാകുക എന്നുള്ളത് ചിലപ്പോൾ ആൾക്കാർ കാണെങ്കിൽ കൈ വെക്കുന്നുള്ളത് പേടിയുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് VV പ്രകാശിൻ്റെ വീട്ടിൽ ഒക്കെ പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരം ആളുകളുടെ അടുത്ത് പോകാൻ എന്തേ സ്വരാജിന് തോന്നാതിരുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ TPയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഒഞ്ചിയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. കാരണം അതൊരു മനസ്സിനകത്ത് വല്ലാതെ നോവിച്ചതാണ്. ഒരു സഖാവാണ്, അതും അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആളുകളാൽ കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. നിർഭയനായി നിരായുധനായി ഒറ്റയ്ക്ക് സഞ്ചരിച്ച ഒരു മനുഷ്യൻ. ഇവരൊക്കെ ആണെങ്കിൽ ആൾക്കാരെ കൂട്ടിയിട്ടല്ലേ പലരും നടക്കുന്നത്. അതേസമയം അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിച്ച മനുഷ്യനാണ്. ബൈക്കിൽ കാറൊന്നുമില്ല, അകമ്പടിക്ക് ആൾക്കാരില്ല, അംഗരക്ഷകരില്ല, ഒന്നുമില്ല, ഒരായുധമില്ല, പേനാക്കത്തി പോലും കയ്യിലില്ല. അവൻ ധീരനായിരുന്നു. അങ്ങനെയുള്ള ഒരു സഖാവിനെയാണ് ഇവർ കൊന്നു കളഞ്ഞത്. അതും പ്രിയപ്പെട്ടവർക്ക് മര്യാദയ്ക്കൊന്ന് കാണാൻ മുഖം പോലും ബാക്കി വെക്കാതെ വികൃതമാക്കി കളഞ്ഞത്. 51 വെട്ടുവെട്ടിയത് അത് ചെയ്തപ്പോൾ മനസ്സാക്ഷിയുള്ള മനുഷ്യർ, നമ്മൾ അതിർത്തിയിലെ പൂരം എന്ന് പറഞ്ഞ് കവിത എഴുതിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ഉള്ളിൽ അത് വരേണ്ടത്. ആ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ നേരെ ഒഞ്ചിയത്തേക്ക് പോവുക. നമ്മൾ പോയിട്ട് ഒന്നും ചെയ്യാനല്ല.
മനസ്സിനകത്തൊരു വിങ്ങല്, ഒരു സങ്കടം. മഹാരാജാസിലെ അഭിമന്യുന്റെ കേസാണെങ്കിലും ഏത് കൊലപാതകമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോവുണ്ടാവാറുണ്ട്. ഇപ്പൊ പെരിയ ഇരട്ടക്കൊല കേസാണെങ്കിലും ഷുഹൈബ് വധമാണെങ്കിലും ഒക്കെ എല്ലാത്തിനും അത് നോവുണ്ടാവാറുണ്ട്. കെ വി സുധീഷിന്റെ കൊലപാതകം, ജോബി ആൽബൂസിന്റെ കൊലപാതകം ഒക്കെ വല്ലാതെ വിങ്ങലുണ്ടാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതും കൊല്ലുന്നതും ഒന്നും ശരിയല്ല. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് അരാഷ്ട്രീയവാദത്തെക്കാൾ അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പറഞ്ഞത് സ്വരാജ് ഒക്കെ സത്യത്തിൽ അവിടെ പോയാൽ എന്താ പ്രശ്നമുള്ളത്? എൻ കൃഷ്ണദാസ് അവിടെ പോയി. ഇപ്പോഴും CPM സ്റ്റേറ്റ് കമ്മിറ്റിയില്ലേ? സൈമൺ മുട്ടോ മരിക്കുന്നത് വരെ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് തന്നെ തുടർന്നില്ലേ? സൈമൺ മുട്ടയൊക്കെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അതായത് കൃത്രിമ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ആളല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ സ്വരാജൊക്കെ കാണിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡബിൾ ഫേസ് വരുന്നുണ്ട് അതിനകത്ത്. അതൊക്കെ തിരുത്തി പോകണം. പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യേണ്ടുന്ന പ്രതീക്ഷയുള്ള സ്വരാജിനെ പോലെയുള്ള ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി, കാരണം ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നെക്കാൾ 1 വർഷം ജൂനിയറാണ് സ്വരാജ് പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ. പിന്നെ ഡിഗ്രിക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഗ്യാപ്പായി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്വരാജിൽ നിന്നൊക്കെ മാനുഷികമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ, സഖാവാകുക എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം മനുഷ്യനാവണം. മനുഷ്യനെ കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. മനുഷ്യത്വം ഉള്ളവനാവണം. അതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നവരെയും ചൂഷണത്തിന് വിധേയനാവുന്നവരെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ നമ്മൾ കമ്മ്യൂണിസം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റൊക്കെ ഇപ്പോൾ ഒരു വഴിയിൽ ഉപേക്ഷിച്ചു. ഇപ്പം മുതലാളിമാരുടെ ഇസാണ് കമ്മ്യൂണിസം. ഇപ്പം വലത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തായിരുന്നാലും ഈ വിഷയം ശ്രദ്ധപ്പെട്ടപ്പം, പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ സന്ദർശിച്ച വിഷയം ശ്രദ്ധപ്പെട്ടപ്പം TP ചന്ദ്രശേഖരൻ്റെ മനസ്സിലൊരു ഓർമ്മയായിട്ട് വന്നു. അതിനെക്കുറിച്ച് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയവിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ നന്നായി നാക്ക് പഠിച്ച് സാഹിത്യത്തിൽ മലയാളം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ സംസാരിക്കുന്നത് ബുദ്ധി കൊണ്ടാവരുത്, ഹൃദയം കൊണ്ടായിരിക്കണം, മനസാക്ഷി കൊണ്ടായിരിക്കണം, സത്യസന്ധത ഉണ്ടാവണം അക്ഷരങ്ങളിൽ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിടുക.